അമൃതയ്ക്ക് മുമ്പേ അനഘയുടെ വിവാഹം എതിർപ്പുമായി വിവേകിന്റെ മാതാപിതാക്കൾ. അതേ പ്രേക്ഷകരെ, നമ്മുടെ അമൃത ഇപ്പോൾ ഒരു ശപഥം എടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ അമൃത പറയുന്നുണ്ട്, ഇനി ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് മതി, എൻ്റെ സഹോദരിമാരുടെ കല്യാണം കഴിഞ്ഞിട്ട് മതി എനിക്കെന്ന്. അപ്പം ഇനി അടുത്തത് നമ്മുടെ അനഘയുടെ വിവാഹം തന്നെയായിരിക്കും. നമ്മുടെ അനഘയുടെ കാര്യം നമ്മൾക്കറിയാം. നമ്മുടെ അനഘയും വിവേകും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. അനഘയുടെ പുറകെ ആകാശും നമ്മുടെ ജയേഷൊക്കെ നടക്കുന്നുണ്ടെങ്കിലും പക്ഷെ അനഘയ്ക്ക് ഇഷ്ടം നമ്മുടെ വിവേകിൻ്റെ അടുത്താണല്ലോ. ഇവർ തമ്മിലാണല്ലോ ആ ഒരു പ്രണയം. അപ്പോൾ എന്തായാലും ഇവർ തമ്മിലുള്ള ഒരു വിവാഹം തന്നെയായിരിക്കും നമ്മുടെ അമൃത ആലോചിക്കുന്നതുമെല്ലാം. അപ്പോൾ നമ്മുടെ വിവേകിൻ്റെ പാരൻസ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ അവർ പറയുന്നത് കേട്ട് കാണും, വിവേകിൻ്റെ പാരൻസ് അമേരിക്കയിലാണെന്നൊക്കെ അവർ വിളിച്ചിരുന്നു എന്നൊക്കെ. അപ്പോൾ നമ്മുടെ വിവേകിൻ്റെ പാരൻസ് നോക്കുമ്പോൾ ഒരു മൂത്ത സഹോദരി ഉണ്ടായിട്ട് അവർ കെട്ടുന്നില്ല താനും. ഇത്രയും പെണ്ണുങ്ങൾ, എന്താ പറയുക, ഇവരുടെ അത്രയും ഹൈ ക്ലാസ് ടീം അല്ല താനും. അപ്പോൾ എങ്ങനെയും ആ ഒരു വിവേകിനെ കൊണ്ട് അനഘയെ കെട്ടിക്കാതിരിക്കാൻ തന്നെയായിരിക്കും ആ വിവേകിൻ്റെ മാതാപിതാക്കളുടെ ഒരു തീരുമാനം. അവർ വലിയ അമേരിക്കൻ ടീമൊക്കെ അല്ലേ. അപ്പോൾ അമേരിക്കയിലുള്ള ഒരു പെണ്ണുമായിട്ടോ അല്ലെങ്കിൽ വലിയ പണക്കാരിയൊക്കെ ആയിട്ടുള്ള ഒരു ആലോചനയായിരിക്കും നമ്മുടെ വിവേകിൻ്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടം. അപ്പോൾ നമ്മുടെ വിവേക് ഇങ്ങനെ അനഘയെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അതിന് മുട്ടൻ എതിർപ്പുമായിട്ട് തന്നെയായിരിക്കും നമ്മുടെ വിവേകിൻ്റെ മാതാപിതാക്കൾ എത്തുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ വിവേകിൻ്റെ സ്റ്റാൻഡ് എന്തായിരിക്കും. നമ്മുടെ മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകുമോ, അല്ലെങ്കിൽ എന്താ പറയുക, മാതാപിതാക്കളുടെ ഇഷ്ടം പരിഗണിക്കാതെ നമ്മുടെ അനഘയും ഒത്തൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമോ, കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.